ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടർമൻ. അപ്പോൾ ക്രിസ്ത്യാനോൻ്റെയും നെയ്മറിൻ്റെയും ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ പ്രിവ്യൂവിൽ കണ്ട മാറ്റ വീഡിയോ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കിടിലനായിട്ട് എഡിറ്റ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടൊരു ആപ്പിൻ്റെ സഹായം വേണം. ആ ആപ്പിൻ്റെ പേര് അലൈറ്റ് മോഷൻ എന്നാണ്. ആ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എലൈറ്റ് മോഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്റ്റിൻ്റെ പേര്, റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം ആ പെൻസിൽ ഐക്കൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ലോക്ക് ഒന്ന് ഒഴിവാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ആ നമ്പേഴ്സ് ഇവിടെ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ റെസൊല്യൂഷൻ ഞാൻ 1080x2340 കൊടുക്കുന്നത്. അതാണ് നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള ഇതിൻ്റെ റെസൊല്യൂഷൻ. ഇനി നമുക്ക് വേണ്ട മീഡിയ ഫയൽസ്, അതായത് നമുക്ക് വേണ്ട ഫോട്ടോസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു 1 സെക്കൻഡ് ആക്കിയതിന് ശേഷം അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നിങ്ങൾ കാണുന്ന ആ മേലെ കാണുന്ന 3 ഡോട്ട്സിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽ കോമ്പോസിറ്റ് ഏരിയ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ സ്ക്രീനിന് ഫിറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഫോട്ടോ ഇതേമാതിരി ആഡ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് 1 സെക്കൻഡ് എടുത്തിട്ട് നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഈ ഫോട്ടോയെ നമ്മൾ സെയിം ചെയ്ത മാതിരി ഫിൽ കോമ്പോസിറ്റ് ഏരിയ കൊടുക്കുക. ബാക്കിയുള്ള ഫോട്ടോസ് ആഡ് ചെയ്തതിന് ശേഷം ഈ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണ്ടത്ര ഫോട്ടോസ് ആഡ് ചെയ്യാൻ ഞാൻ ഇവിടെ ജസ്റ്റ് 4 ഫോട്ടോസ് മാത്രമാണ് ആഡ് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ആ കട്ട് ഒരു 1 സെക്കൻഡ് ആക്കി കട്ട് ചെയ്യുക. പിന്നെ അതേ ഫിൽ കോമ്പോസ്റ്റ് ഏരിയയും കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഓഡിയോ ഫയൽ ആഡ് ചെയ്യുക. അതായത് ഇതിനൊരു മ്യൂസിക് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ആ പ്ലസ് ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം, അവിടെ അടിയിലുള്ള. എന്നിട്ട് അതിൽ ആ മൂന്നാമത്തെ ഓപ്ഷനായ മ്യൂസിക് ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഓഡിയോ ഫയൽ ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ ഉള്ള പാർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നിങ്ങൾ ഫസ്റ്റത്തെ ആ ഫോട്ടോൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ലെയർ ആഡ് ചെയ്യണം. ഈ ലെയർ നിങ്ങൾ ജസ്റ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കൊന്നും വേണ്ട. ഞാനിതിൻ്റെ ഒരു XML ഫയൽ പ്രീസെറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ലെയർ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഈ ലെയർ നമ്മൾ എല്ലാ ഫോട്ടോസിൻ്റെയും മേലെ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫോട്ടോസിൻ്റെയും ഫ്രണ്ടിൽ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക്, അതായത് ഓരോ ഫോട്ടോസിൻ്റെയും ഫ്രണ്ടിലേക്ക്, അതായത് അതിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. ജസ്റ്റ് ആ ഫോട്ടോയുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പ്ലേ ബട്ടൻ്റെ സൈഡിലുള്ള ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോയുടെ ഏറ്റവും ഫ്രണ്ടിലേക്ക്, അത് ആ ഫോട്ടോ എവിടെയാണോ തുടങ്ങുന്നത് അവിടെ വരും. അവിടെയാണ് നമ്മൾ ഈ ലെയർ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് എല്ലാ ഫോട്ടോസിൻ്റെയും തുടക്കത്തിലായിട്ട് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ലെയർ ഒട്ടുമിക്കതും ഫോട്ടോസിൻ്റെ ഫ്രണ്ടിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഈ എഫക്റ്റ് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ട്രാൻസിഷൻ എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കയറ്റാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ട്രാൻസിഷൻ എഫക്റ്റ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രീസെറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് നേരെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ക്വാളിറ്റി ആദ്യം എക്സ്പോർട്ട് ചെയ്യാം വീഡിയോ ഫയലായിട്ട്. ഇതിപ്പോൾ എന്തായാലും എക്സ്പോർട്ട് ആവാൻ നല്ല ടൈം എടുക്കും. ഞാൻ ജസ്റ്റ് ഈ പാർട്ടൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രിവ്യൂ ഒന്ന് കാണിച്ചു തരാം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫയൽ ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ജസ്റ്റ് ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം.